dear students, good morning. In previous class, we studied ദീർഘാക്ഷര. നമ്മൾ ദീർഘാക്ഷരമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ദീർഘാക്ഷര പഠിക്കുന്ന കൂട്ടത്തിൽ അതിന് നമ്മുടെ ചിഹ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ തേർഡ് ടേമിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾ കണ്ടു കാണും അല്ലേ? വലിയ പാസേജുകളൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കണമെങ്കിൽ നമുക്ക് ദീർഘാക്ഷരങ്ങൾ നല്ലതുപോലെ പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം മാഡം കുറച്ച് മാത്ര ബോർഡിൽ എഴുതിയിടും. നിങ്ങൾ പറയണം അത് ഏത് അക്ഷരത്തിൻ്റെ മാത്രയാണെന്ന്. ഓക്കെ? കണ്ടോ? ഏത് മാത്രയാ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്? ഇത് ഏത് സ്വരാക്ഷരന്റെ മാത്രയാണ് എഴുതിയിരിക്കുന്നത്? ഏത് സ്വരാക്ഷരന്റെ മാത്രയാണ്? ആ അല്ലേ? ആയുടെ മാത്രയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നതോ ഇ. ഓക്കെ, നെക്സ്റ്റ് വലത് സൈഡില് വള്ളിയിട്ടേക്കുക അല്ലേ? അക്ഷരത്തിന്റെ വലത് സൈഡിൽ വള്ളിയിടുമ്പോൾ ഏത് മാത്രയാണ്? ഏത് അക്ഷരത്തിന്റെ മാത്രയാണത്? ഈ. പേരൻസ് ശ്രദ്ധിക്കുക, ഇതുപോലെ മാത്രമായിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് എഴുതിക്കണം. നെക്സ്റ്റ് ഇത് ഏത് അക്ഷരത്തിന്റെ മാത്രയാണ്? ഊ അല്ലേ? നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഏത് മാത്രയാണ്? ഊ. ഓക്കെ, look at the board. This matra is matra. आकी मात्रा है. किस अक्षर के? स्वराक्षर. आकी मात्रा ऐसे है. ई की मात्रा जैसे, ई की मात्रा जैसे, ऊ की मात्रा ऐसे ही, ऊ की मात्रा ऐसे. ऊ इर ले इर. इर की मात्रा कैसे है? ऐसे. ओके, नेक्स्ट मात्रा മനസ്സിലായോ? ചിഹ്നങ്ങൾ. നെക്സ്റ്റ് എ, നെക്സ്റ്റ് ഐ, നെക്സ്റ്റ് ओ. किसकी मात्रा है? ओ की मात्रा. വേണമെങ്കിൽ ലെറ്റർ നമ്പർ സ്വരാക്ഷരം കൂടി എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. ഓ ആവ്. നെക്സ്റ്റ് ആം അല്ലേ? ആ ഈ ഈ ഉ ഊ ഇർ. കണ്ടോ? അതിന്റെ മാത്രകൾ എങ്ങനെയാണെന്ന് കണ്ടോ? ഈസേ ഹേ ഉസ്കി മാത്ര. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഈ ഉ ഊ ഇർ എ ഐ ഓ ഔ അം. അപ്പോൾ മാത്രകളും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുവാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടേം ടെക്സ്റ്റ് ഒന്ന് എടുക്കുക. പേജ് നമ്പർ 54 നോക്കിയേ. ഫസ്റ്റ് പോർഷൻ എന്താണ്? ആവോ കവിത സുനേ സുനായേ. കവിത സുനേ സുനായേ. പാട്ട് കേൾക്കൂ. ഉറക്കെ പാടാൻ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്ന വേർഡ്? അത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള അക്ഷരമാണോ അത്? അപ്പോൾ
വാക്കുകൾ വായിക്കുവാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ പാസേജ് ശ്രദ്ധിക്കണ്ടോ? ചെറിയൊരു പോയം ഉണ്ട് അല്ലേ? ഫൂൽ, പൂവിനെ കുറിച്ച്. നിങ്ങളെ പോലെ, കുഞ്ഞ് മക്കളെ പോലെ നിഷ്കളങ്കരായിട്ടാണ് നമ്മൾ പൂവിനെ വർണ്ണിക്കുന്നത് അല്ലേ? അപ്പൊ ഫൂൽ ചാപ്റ്റർ എന്താണ്? ഫൂൽ. फूल എങ്ങനെയാ വായിക്കുക? फूल. ओके. फूल खिले हैं क्यारी क्यारी सुंदर लगती है फुलवारी. फूल फूल खिले हैं क्यारी क्यारी सुंदर लगती है फुलवारी. सुंदर लगते हैं ऐसे इंद्रधनुष बने हो जैसे. सुंदरता बढ़ाते हैं खुशबू बिखराते हैं. इनको तुम यूं तोड़ो ना, इनसे यूं मुख मोड़ो ना. तुम ही तो हो सुंदर फूल फिर से ऐसी हो ना फूल. ഒന്നുകൂടി വായിക്കാം. फूल खिले हैं क्यारी क्यारी, फूल खिले हैं क्यारी क्यारी सुंदर लगती है फुलवारी. सुंदर लगते हैं ऐसे इंद्रधनुष बने हो जैसे. सुंदरता बढ़ाते हैं खुशबू बिखराते हैं. इनको तुम यूं तोड़ो ना, इनसे यूं मुख मोड़ो ना. तुम ही तो हो सुंदर फूल फिर से ऐसे हो ना फूल. फूल means flower. Then fool means flower. F-L-O-W-E-R flower. Next ഖിലേഹി എന്ന് പറഞ്ഞാൽ എന്താണ്? വിടർന്നു നിൽക്കുന്നതിനെയാണ് ഖിലേഹി എന്ന് പറയുന്നത്. ക്യാരി ഫീൽഡ്, മുറ്റം എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ക്യാരി എന്ന് പറയുന്നത്. ക്യാരി ഫീൽഡ്, FIELD ഫീൽഡ്. ഓക്കെ. നെക്സ്റ്റ് സുന്ദർ. നെക്സ്റ്റ് വേർഡ് സുന്ദർ. സുന്ദർ beautiful, BEAUTIFUL beautiful. Next fulwari, fulwari garden. ഫുൽവാരി ഗാർഡൻ. ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രധനുഷ് റെയിൻബോ. ഇന്ദ്രധനുഷ് റെയിൻബോ. ഇന്ദ്രധനുഷ്. Indradhanush rainbow. Okay. All of you look at the board. Page number 54 le first ചെറിയൊരു പോയത്തിലെ കുറച്ച് ന്യൂ വേർഡ്സ് ആൻഡ് its means ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫൂൾ, ഫൂൾ മീൻസ് ഫ്ലവർ. FLOWER ഫ്ലവർ. FLOWER fool. Fool flower. FLOWER flower. Carry means field. FIELD field. Carry means field. FIELD field. Sundar means beautiful. BEAUTIFUL
BEAUTIFUL, beautiful. Sundar. Fool, flower, FLOWER, flower. Carry means field, FIELD, field. Sundar means beautiful, BEAUTIFUL, beautiful. Fulvari, another word, fulvari. Fulvari means garden, bag, bagicha എന്നൊക്കെ പറയത്തില്ലേ, അതാണ് fulvari. The word is fulvari. The word fulvari, garden, GARDEN, garden. Next word, Indradhanush. Indradhanush means rainbow, RAIN, rain. Bow, BOW, bow. Okay, once again, fool. Fool, the first word, fool. Fool means flower, FLOWER, flower. FLOWER, flower. Carry means field, FIELD, field. Sundar means beautiful, BEAUTIFUL, beautiful. Sundar means beautiful, BEAUTIFUL, beautiful. Fulvari, garden, 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 garden. Indradhanush എന്ന് പറഞ്ഞാൽ റെയിൻബോ, RAIN, റെയിൻബോ, BOW. Okay, അപ്പോൾ വേർഡ്സ് മനസ്സിലായോ? Okay, fool, carry, Sundar, fulvari, Indradhanush. Fool means flower, FLOWER, flower. Carry means field, FIELD, field. Sundar means beautiful, BEAUTIFUL, beautiful. Fulvari means garden, GARDEN, garden. Indradhanush means rainbow, RAIN, BOW. Next, നോക്കിയേ, फूल खिले हैं क्यारी क्यारी सुंदर लगती है फुलवारी. फूल खिले हैं, പൂവ് വിടർന്നു നിൽക്കുകയാണ് അല്ലേ. പൂന്തോട്ടത്തിലെ പൂക്കളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നല്ല മനോഹരമായിട്ട് വിടർന്നു നിൽക്കും അല്ലേ, നിഷ്കളങ്കമായിട്ട്. അപ്പോൾ എങ്ങനെയാണ് വിടർന്നു നിൽക്കുന്നത്? നല്ല മനോഹരമായിട്ട്, നല്ല സുഗന്ധത്തോടു കൂടി അല്ലേ. നമുക്ക് മുഖത്തോട്ട് ഒഴിച്ച് മണപ്പിക്കുമ്പോൾ നമുക്ക് പിന്നെ ഇത് മാറ്റാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മുടെ ആ കുഞ്ഞു പൂക്കളെ. ഫൂൽ ഖിലേ ഹേ ക്യാരി ക്യാരി സുന്ദർ ലഗ്തി ഹേ ഫുൽവാരി. അപ്പോൾ ബ്യൂട്ടിഫുൾ, ഗാർഡൻ, പൂന്തോട്ടത്തിൽ കാണപ്പെടുന്ന പൂക്കൾ വളരെ ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത്. സുന്ദർ ലഗ്തേ ഹേ ജൈസേ ഇന്ദ്രധനുഷ് ബനെ ഹോ ജൈസേ. എങ്ങനെയാണ് പൂന്തോട്ടത്തിൽ കാണപ്പെടുന്ന പൂക്കൾ വളരെ മനോഹരമായി നമുക്ക് തോന്നും അല്ലേ. എങ്ങനെയാണ് തോന്നപ്പെടുന്നത്? നമ്മുടെ ഇന്ദ്രധനുഷിനെ പോലെ, നമ്മുടെ റെയിൻബോ, മഴവില്ലിന്റെ നിറങ്ങൾ എത്രയുണ്ട്? 7. എത്രയുണ്ട്? 7. അപ്പോൾ ആ ഒരു പൂക്കളെ, ആ മഴവില്ലിനെ പോലെയാണ് നമ്മുടെ പല നിറത്തിലുള്ള പൂക്കൾ നമ്മുടെ പൂന്തോട്ടത്തിൽ കാണപ്പെടുന്നത് അല്ലേ. അത് അങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിലെ പൂക്കളെ ഏതിനോടാണ് വർണ്ണിച്ചിരിക്കുന്നത്? നമ്മുടെ ആകാശത്ത് കാണപ്പെടുന്ന റെയിൻബോയെ പോലെ അല്ലേ. നമ്മുടെ ആകാശത്ത് കാണപ്പെടുന്ന റെയിൻബോയെ പോലെയാണ്, മഴവില്ലിനെ പോലെയാണ്, 7 വർണ്ണങ്ങളോടുകൂടി അല്ലേ. പൂന്തോട്ടത്തിൽ പല നിറത്തിലുള്ള പൂക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മഴവില്ലിനെയായിട്ട് അത് ഉപമിച്ചിരിക്കുന്നത്, അത് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൂന്തോട്ടത്തിൽ കാണപ്പെടുന്ന പൂക്കളെ എന്തിനാണ് താരതമ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ആകാശത്ത് കാണപ്പെടുന്ന റെയിൻബോ, മഴവില്ലിനുമായിട്ടാണ് താരതമ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സുന്ദരത बढ़ाते हैं, खुशबू बिखराते हैं, इनको तुम यूं तोड़ो ना, इनसे यूं मुख മോഡോ നാ. അപ്പോൾ സുന്ദരത बढ़ाते हैं, ഈ പൂക്കൾ എന്താണ് വിതറുന്നത്? സുഗന്ധം അല്ലേ. ഖുശ്ബൂ ബിഖരാത്തെ ഹേ,
സൗന്ദര്യം ഭംഗി ഈ പൂക്കളെ കാണുമ്പോൾ അവരുടെ ഭംഗി ഒരുപാട് കൂടും അല്ലേ. പൂന്തോട്ടത്തിൽ ഒരുപോലെ പല നിറത്തിലുള്ള പൂക്കൾ നിൽക്കുമ്പോൾ അല്ലേ. എത്ര നിറത്തിലുള്ള പൂക്കളുണ്ട്? പല നിറത്തിലുണ്ട്. എങ്ങനെയാ? ചുവപ്പുണ്ട്, റോസുണ്ട്, മഞ്ഞയുണ്ട് അല്ലേ. അങ്ങനെ പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഗാർഡൻ എന്താണ്? വളരെ മനോഹരമാണ്. അത് ഏതിനെ പോലെയാണ്? നമ്മുടെ ആകാശത്ത് കാണപ്പെടുന്ന റെയിൻബോയെ പോലെയാണ്. ഇപ്പൊ സുന്ദരത ബെടാത്തെ ഹേ, സൗന്ദര്യം ഒരുപാട് വർദ്ധിക്കും ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ. ഖുഷ്ബു ബിഖ്രാത്തെ ഹേ, ഖുഷ്ബു എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധം. ഖുഷ്ബു എന്ന് പറഞ്ഞാൽ സുഗന്ധം. അതിൻ്റെ സുഗന്ധം ബിഖരാത്തെ ഹേ, ബിഖരാന എന്ന് പറഞ്ഞാൽ ടു സ്ട്രൂ. നമ്മുടെ സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ വെയിലേറ്റ് ഇങ്ങനെ വിതറത്തില്ലേ, ഒരിടത്ത് മാത്രമാണോ? അല്ല, അത് ഇങ്ങനെ തുറസായി ഇങ്ങനെ വെയിലിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വരും. അതിനെയാണ് നമ്മൾ ബിഖരാന എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ചെടിയിലെ ഗന്ധം അല്ലേ, സുഗന്ധം, സുഗന്ധം പരക്കും. ബിഖരാന മീൻസ് ടു സ്പ്രൂ. ബിഖരാന മീൻസ് ടു സ്പ്രൂ. To strew, S-T-R-E-W, strew. S-T-R-E-W, strew means ബിഖരാന, വിതറുക, പരക്കെ ആകുന്നതിനെയാണ് നമ്മൾ സ്ട്രൂ എന്ന് പറയുന്നത്. ഇൻകോ നെക്സ്റ്റ് എന്താണ് നോക്കിയേ, മനസ്സിലായോ? फूल खिले हैं क्यारी क्यारी, सुंदर लगते हैं फुलवारी, सुंदर लगते हैं ये ऐसे, इंद्रधनुष बने हो जैसे, सुंदरता बढ़ाते हैं खुशबू बिखराते हैं, इनको तुम यूं तोड़ो ना, इनसे यूं मुख मोड़ो ना, तुम भी तो हो सुंदर फूल, फिर से ऐसे खाना फूल. ഒന്നും മറക്കരുത്, നിങ്ങൾ എങ്ങനെയാവണം? സുന്ദരമായ പൂക്കളെ പോലെ ആയിരിക്കണം. ആ പൂക്കള് പറിച്ചു കളയരുത്. മുഖത്ത് നിന്ന് ആ സൗന്ദര്യം, ആ മണം നമുക്ക് എടുത്തു മാറ്റാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പൊ ഈ പൂക്കളെ ആരോടാണ് പൂവിച്ചിരുന്നത് നമ്മൾ പറഞ്ഞു? ആരോടാണ്? റെയിൻബോയാണ് അല്ലേ. പക്ഷേ നമ്മൾ പൂക്കളെ വളരെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ ഉപമിക്കും അല്ലേ. അത്രത്തോളം ഭംഗിയാണ്. നിങ്ങൾ ഓരോ കുഞ്ഞുങ്ങളെയും നമുക്ക് കാണുമ്പോൾ ഓരോ നിഷ്കളങ്കമായ മുഖങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ ആ ഫ്ലവറിനോടാണ് നമ്മൾ ഉപമിക്കുന്നത്. മനസ്സിലായോ? മേഡം ഒന്നും കൂടി വായിക്കാം. फूल खिले हैं क्यारी क्यारी, सुंदर लगती है फुलवारी, सुंदर लगते हैं ऐसे, इंद्रधनुष बने हो जैसे, सुंदरता बढ़ाते हैं खुशबू बिखराते हैं, इनको तुम यूं तोड़ो ना, इनसे यूं मुख मोड़ो ना, तुम भी तो हो सुंदर फूल, फिर से ऐसे खाना फूल. ഒന്നുകൂടി മീനിങ്സ് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് വായിച്ച് പഠിക്കുക. ഫൂൾ മീൻസ് ഫ്ലവർ, FLOWER, ഫ്ലവർ. നെക്സ്റ്റ് വേർഡ് ക്യാരി. ക്യാരി മീൻസ് ഫീൽഡ്, FILD, ഫീൽഡ്. സുന്ദർ മീൻസ് ബ്യൂട്ടിഫുൾ, BEAUTIFUL, ബ്യൂട്ടിഫുൾ. Fulvari means garden, GARDEN, garden. Indradhanush means rainbow, RAIN, rainbow. Indradhanush means rainbow, RAINBOW. Bikharana means to strew, to strew, STREW, strew. Okay children. മീനിങ്സ് മേഡം വാട്സപ്പിൽ സെൻഡ് ചെയ്തതല്ലേ. അപ്പോൾ എല്ലാവരും എഴുതിയെടുത്ത് മേഡത്തിന് 5 times എഴുതി പഠിച്ച് സെൻഡ് ചെയ്യണം. ഓക്കെ. ഫൂൽ ഖിലേ ഹേ, ഫൂൽ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഫൂൽ ഖിലേ ഹേ, ഫൂൽ ഖിലേ ഹേ
सुंदर लिखती है, सुंदर लिखती सुंदर लिखती हैं फुलवारी। ഓക്കെ, ഫൂൽ രണ്ടിനൊപ്പം വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഫൂൽ, ഫൂൽ ഖിലേ, ഖിലേ ഏത് മാത്രയാണ്? ഏത് മാത്രയാ? ഈ അല്ലേ? ഖായുടെ കൂടെ ഈ കൂടെ ചേർന്നപ്പോ ഖി. ഇത് ഏത് മാത്രയാണ്? ഏകെ മാത്ര അല്ലേ? ഖിലേ, ലാ പ്ലസ് എ, ലേ, ഖിലേ, ഹേ, ക്യാരി, ക്യാ. കായുടെ പകുതിയും യായുമാണ്. ക്യാ, ക്യാ എന്ന് പറയുമ്പോ ആയുടെ മാത്രയാണ്. ക്യാരി, ഈക്കി മാത്ര, ക്യാരി സുന്ദർ ലഗ്തി ഹേ ഫുൽവാരി. കണ്ടോ, ലിഖ പ്ലസ് ഊ ആണ്, ഫു, ഫുൽവാരി, ടാ പ്ലസ് ഈ. ഓക്കെ, फूल खिले हैं, फूल खिले हैं, क्यारी क्यारी सुंदर लगती है फुलवारी। फूल खिले हैं, क्यारी क्यारी सुंदर लगती है फुलवारी। सुंदर लगते हैं, सुंदर 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 लिखते हैं, सुंदर लिखते हैं ये ऐसे, ये ऐसे इंद्रधनुष बने हो जैसे, इंद्रधनुष बने हो, इंद्रधनुष बने हो जैसे, बने हो जैसे सुंदरता बढ़ाते हैं, सुंदरता 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 बढ़ाते हैं, सुंदरता बढ़ाते हैं, खुशबू बिखराते हैं, खुशबू बिखराते हैं, बिखराते हैं, खुशबू बिखराते हैं। फूल खिले हैं, क्यारी क्यारी सुंदर लगती है फुलवारी। सुंदर लगते हैं ये ऐसे इंद्रधनुष बने हो जैसे, सुंदरता बढ़ने हैं, खुशबू बिखराते हैं, सुंदरता बढ़ते हैं, खुशबू बिखराते हैं. അപ്പോൾ ഇത്രയും വേർഡ്സ് വായിക്കാൻ മനസ്സിലായോ? ഇങ്ങനെയാണ് फूल खिले हैं, क्यारी क्यारी सुंदर लगती है फुलवारी। सुंदर लगते हैं ये ऐसे इंद्रधनुष बने हो जैसे, सुंदरता बढ़ाते हैं, खुशबू बिखराते हैं। नेक्स्ट, इनके तुम यूं तोड़ो ना, इनको तुम यूं, इनको तुम, इनको तुम
इनसे यू मुख मोड़ो ना, इनसे यू मुख मोड़ो ना, मोड़ो ना, तुम भी तो हो सुंदर फूल, നിങ്ങൾ എന്താണ് ആ ഫൂലിനെ പോലെ ആ സുന്ദരമാണ്, तुम भी तो हो सुंदर फूल, सुंदर फूल, फिर से ऐसी होना फूल, फिर से ऐसे, फिर से ऐसे, ऐसे ऐसे हो ना फूल, ना फूल, फूल अगेन, इनको तुम, इनको तुम यू तोड़ो ना, इनको तुम यू तोड़ो ना, इनसे यू मुख मोड़ो ना, तुम भी तो हो सुंदर फूल, तुम भी तो हो सुंदर फूल, फिर से ऐसी हो ना फूल, फिर से ऐसी हो ना फूल, फिर से इनको तुम यूं तोड़ो ना, इनको तुम यूं तोड़ो ना, എങ്ങനെയാണ് हाँ, इनको तुम यूं तोड़ो ना, इनसे यूं मुख मोड़ो ना, तुम भी तो हो सुंदर फूल, फिर से ऐसी हो ना फूल. അപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ രേഖാ സിംഗ് എഴുതിയ കുറച്ച് പൂവിനെ കുറിച്ച് എഴുതിയ കുറച്ച് പോയമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ മീനിങ്സ് ഒക്കെ മാഡം വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ എഴുതിയെടുത്തതിന് ശേഷം മാഡത്തിന് എന്തെങ്കിലും എനി ഡൗട്ട് യു കോൾ മീ. ഓക്കെ, ലെറ്റ് us wind up the class children. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡത്തിനെ വിളിക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ വായിക്കാൻ ശ്രമിക്കുക. വായിച്ചിട്ട് മാഡത്തിന് വോയിസ് ക്ലിപ്പ് സെൻഡ് ചെയ്ത് തരണം. ഏതെങ്കിലും വാക്കുകൾ വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാഡത്തിനോട് കോൺടാക്ട് ചെയ്യണം. ഓക്കെ ചിൽഡ്രൻ, വൈൻഡ് അപ്പ് ദ ക്ലാസ്. സീ യു ടുമോറോ.